ശ്വാസത്തിന്റെ ശക്തി. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ശ്വാസമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് എന്ത് നല്ലത് സംഭവിക്കും, എന്ത് ചീത്ത സംഭവിക്കും, നിങ്ങളുടെ ഭാവി എന്തായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് നേടും എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ശ്വാസം മാത്രമാണ്. ശ്വാസം എത്രത്തോളം ആഴത്തിലുള്ളതാണോ ആ വ്യക്തിയുടെ ധ്യാനവും അത്രത്തോളം ആഴത്തിലുള്ളതായിരിക്കും. ധ്യാനത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജം നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്നു. എന്നാൽ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്വാസം വളരെ സൂക്ഷ്മമാണ് എന്നതാണ്. നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മൂന്നാം കണ്ണും. അത് സൂക്ഷ്മമാണ്, പക്ഷേ നിങ്ങൾക്കവ രണ്ടും അനുഭവിക്കാൻ കഴിയും. ശ്വാസം നിങ്ങളുടെ മൂന്നാം കണ്ണിൽ എത്തുമ്പോൾ മാത്രമേ നിങ്ങളുടെ ധ്യാനം കൂടുതൽ ആഴത്തിലുള്ളതാകൂ. ധ്യാനത്തിൽ നിങ്ങൾ എങ്ങനെ ശ്വസിക്കുന്നു എന്നത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ ദീർഘമായി ശ്വസിക്കുന്നുണ്ടോ അതോ ചെറിയ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന്. നിങ്ങൾ കൊച്ചുകുട്ടികളെ കണ്ടിട്ടുണ്ടാകും. അവർ ശ്വസിക്കുമ്പോൾ അവരുടെ വയർ വീർക്കുന്നു, അതായത് അവർ വളരെ ആഴത്തിൽ ശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ സന്തോഷവാന്മാരാണ്. അവരുടെ ജീവിതത്തിൽ ഒരു ആശങ്കയുമില്ല. എന്നാൽ നമ്മുടെ പ്രായം കൂടുമ്പോൾ ഈ ശ്വാസം ചെറുതാകുന്നു. ഈ ശ്വാസം നിൽക്കുമ്പോൾ മനുഷ്യൻ മരിക്കുന്നു. അതായത് ജീവിതം നിങ്ങളുടെ ശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ശ്വസിക്കുന്നതെന്തും നിങ്ങളുടെ പൊക്കിളിലേക്ക് പോകുന്നു. നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാനം, നല്ല ഊർജം, ആരോഗ്യം, കരുത്ത്, ഇതെല്ലാം പൊക്കിളിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ ഊർജം പൊക്കിളിൽ നിന്ന് ഉയർന്ന് നിങ്ങളുടെ മൂന്നാം കണ്ണിലെത്തിയാൽ നിങ്ങളുടെ ധ്യാനം ആഴത്തിലാകാൻ തുടങ്ങും. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കും. പ്രപഞ്ചം നിങ്ങൾക്കെല്ലാം നൽകാൻ തുടങ്ങും. നിങ്ങളുടെ ഓരോ ശ്വാസത്തിനും നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള കഴിവുണ്ട്. ധ്യാനത്തിന്റെ രീതി. അതുകൊണ്ട് ഇന്ന് നമ്മൾ നിങ്ങളെ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വളരെ ലളിതമായൊരു രീതിയാണ് പറയാൻ പോകുന്നത്. ഇന്ന് നാം നമ്മുടെ ശ്വാസത്തെ പൊക്കിളിലേക്ക് കൊണ്ടുപോകുകയും അവിടെ നിന്ന് ഊർജം ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ആ ഊർജം നേരിട്ട് മൂന്നാം കണ്ണിലേക്കെത്തും. എന്നാൽ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമുണ്ട്. ആദ്യം നാം 15 ശ്വാസം എടുക്കും. ഇത് നിങ്ങളുടെ മൂക്കിലെ പേശികളെ ഉണർത്തും. ശേഷം നിങ്ങൾ 35 ശ്വാസമെടുക്കും. ഇത് നിങ്ങളുടെ പൊക്കിളിനെ ഉണർത്തുകയും അവിടെ നിന്ന് ഊർജം നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതിനുശേഷം നാം 45 ശ്വാസങ്ങൾ ഉപയോഗിക്കും. ഈ 45 ശ്വാസങ്ങൾ നമ്മുടെ ഊർജത്തെ പൊക്കിളിൽ നിന്ന് ഉയർത്തി മൂന്നാം കണ്ണിലേക്ക് കൊണ്ടുപോകും. ഊർജം മൂന്നാം കണ്ണിലെത്തുന്ന വ്യക്തിയുടെ ധ്യാനം ആഴത്തിലാകാൻ തുടങ്ങുന്നു. ഇതിനു മുമ്പ് നിങ്ങളിത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ധ്യാനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഒരു പ്രശ്നമല്ല. ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്കിത് ഏതവസ്ഥയിലും ചെയ്യാം, ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ. പക്ഷേ നിങ്ങളുടെ നട്ടെല്ല് തികച്ചും നിവർന്നിരിക്കണം എന്നത് മാത്രം ഓർക്കുക. നിങ്ങൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ നട്ടെല്ല് നിവർത്തിവെക്കുക. ഇനി നിങ്ങളുടെ 2 കണ്ണുകളും അടച്ച് ഈ വാക്കുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അന്വേഷകരെ, ഈ വീഡിയോയുടെ നടുവിൽ ഞാൻ പറയുന്ന ചില വാക്കുകളിലൂടെ നിങ്ങളുടെ ശ്വാസം പൊക്കിളിലേക്ക് പോയി ഊർജം സൃഷ്ടിക്കുകയും അതേ ഊർജം നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ എത്തുകയും ചെയ്യും. അവിടെ നിന്ന് നിങ്ങളുടെ ധ്യാനം കൂടുതൽ ആഴത്തിലേക്ക് പോകും. നിങ്ങൾക്ക് എന്ത് അനുഭവമുണ്ടായാലും അത് കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. ധ്യാന പരിശീലനം. ആദ്യം തന്നെ നിങ്ങളുടെ 2 കണ്ണുകളും അടയ്ക്കുക. പൂർണ്ണമായും ശാന്തമാകുക. റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും അയച്ചുവിടുക. അടഞ്ഞ കണ്ണുകളാൽ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ടതില്ല. ഞങ്ങൾ പറയുന്നത് പോലെ മാത്രം ചെയ്യുക. പൂർണ്ണമായും ശാന്തമാകുക. ശരീരത്തിൽ ഒരു ചലനവും ഉണ്ടാകരുത്. യാതൊരു ആശങ്കയും പാടില്ല. ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അടുത്ത 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ ഫലം നിങ്ങൾ കാണും. അതുകൊണ്ട് കണ്ണുകൾ അടച്ചു തന്നെ വെക്കുക. ദീർഘമായ ഒരു ശ്വാസമെടുക്കുക. ഇനി ഒരിക്കൽ കൂടി ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തുവിടുക. ഇതേ അവസ്ഥയിൽ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുത്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളെത്തന്നെ പൂർണ്ണമായും ശാന്തമാക്കുക. നിങ്ങൾക്ക് ചുറ്റും ആരുമില്ലെന്ന് അനുഭവിക്കുക. നിങ്ങൾക്ക് ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് പോകും. ഇന്ന് നിങ്ങൾ നിങ്ങളെത്തന്നെ അറിയാൻ ശ്രമിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇന്ന് നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ആദ്യ അനുഭവമുണ്ടാകും. നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും ശാന്തമാക്കുക. മനസ്സിൽ ഒരു ചിന്തയും ഉണ്ടാകാൻ അനുവദിക്കരുത്. ഇനി സാവധാനം നിങ്ങളുടെ ശ്രദ്ധ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന നിങ്ങളുടെ മൂക്കിലേക്ക് കൊണ്ടുവരിക. അടഞ്ഞ കണ്ണുകളാൽ നിങ്ങളുടെ മൂക്കിലേക്ക് നോക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലെ മനസ്സിന്റെ കണ്ണുകൊണ്ട് മൂക്കിലേക്ക് നോക്കുക. ശ്വാസം ഉള്ളിലേക്ക് പോകുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നു. നിങ്ങളുടെ ഉള്ളിലെ ഈ ചെറിയ ബിന്ദുവാണ് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുന്നത്. ഇങ്ങനെ തന്നെ തുടരുക. നിങ്ങളുടെ മനസ്സിപ്പോൾ ഭാരം കുറഞ്ഞതായി മാറുന്നു. നിങ്ങളുടെ ശരീരം ഭാരം കുറഞ്ഞതായി മാറുന്നു.
നിങ്ങൾ പൂർണ്ണമായും ശാന്തമാകുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം നഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ശരീരം ശൂന്യതയിലേക്ക് പോകുന്നു. അത് അനുഭവിക്കുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരം മുഴുവൻ അനുഭവിക്കുക. നിങ്ങളുടെ വയർ അനുഭവിക്കുക. നിങ്ങളുടെ നെഞ്ച് അനുഭവിക്കുക. നിങ്ങളുടെ 2 കൈകളും അനുഭവിക്കുക. കൈവിരലുകൾ അനുഭവിക്കുക. 2 കാലുകളും അനുഭവിക്കുക. അതുപോലെ ശരീരം മുഴുവൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തെ ശാന്തമാക്കിക്കൊണ്ടേയിരിക്കുക. പൂർണ്ണമായും ശാന്തനാകുക. നിങ്ങൾക്ക് ചെറിയ ഉറക്കം അനുഭവപ്പെട്ടേക്കാം, ചെറിയ മടി തോന്നിയേക്കാം. എന്നാൽ എന്ത് സംഭവിച്ചാലും അത് നടക്കട്ടെ. ഒരു ഉത്കണ്ഠയുമില്ല, ഒരു ടെൻഷനുമില്ല. തികച്ചും റിലാക്സ് ചെയ്ത് നിങ്ങൾ ദീർഘമായി ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു. ഇനി ദീർഘമായി ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക. ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുക. ഇനി സാവധാനം പുറത്തുവിടുക. ഒരിക്കൽ കൂടി ദീർഘമായി ശ്വാസമെടുക്കുക, പിടിച്ചു നിർത്തുക, സാവധാനം പുറത്തുവിടുക. ഇനി ദീർഘമായി ശ്വാസമെടുക്കുകയും ഉടൻ തന്നെ പുറത്തുവിടുകയും ചെയ്യുക. വീണ്ടും ദീർഘമായി ശ്വാസമെടുത്ത് ഉടൻ പുറത്തുവിടുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ പൊക്കിളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ വയറിന്റെ ഭാഗം അനുഭവിക്കുക. നിങ്ങളുടെ വയറ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തുടരുക. നിങ്ങൾ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ വയർ വികസിക്കുന്നതായി അനുഭവിക്കുക. അത് മുകളിലേക്ക് വരുന്നു. ശ്വാസം പുറത്തുവിടുമ്പോൾ വയർ ഉള്ളിലേക്ക് പോകുന്നു. ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. വയർ മുകളിലേക്കും താഴേക്കും പോകുന്ന ചലനത്തിൽ നിങ്ങളുടെ ശ്രദ്ധ നിലനിർത്തുക. മൂക്കിലൂടെ ശ്വസിച്ച് അത് പൊക്കിളിൽ അനുഭവിക്കുന്നത് തുടരുക. നിങ്ങളുടെ ശ്വാസം മൂക്കിലൂടെ നേരിട്ട് വയറ്റിലേക്ക് പോകുന്നു. ഈ ധ്യാനത്തിൽ തന്നെ തുടരുക. പൂർണ്ണമായും ശാന്തമായിരിക്കുക. ഒരു ഉത്കണ്ഠയുമില്ല, ഒരു പിരിമുറുക്കവുമില്ല. വെറുതെ ശാന്തമായിരിക്കുക. പൂർണ്ണമായും ശാന്തമായിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ടും പുറത്തുവിട്ടുകൊണ്ടും ഇരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാവധാനം ശ്വാസമെടുക്കുക, സാവധാനം പുറത്തുവിടുക. നിങ്ങൾ ചെയ്യുന്നത് തികച്ചും ശരിയാണ്. നിങ്ങളുടെ പൊക്കിളിലും ശ്വാസത്തിലും ശ്രദ്ധ നിലനിർത്തുക. നിങ്ങളുടെ പൊക്കിളിൽ ഇപ്പോൾ എന്തോ ഒന്ന് അനുഭവപ്പെടുന്നുണ്ടാകും. ഒരു ചെറിയ ബിന്ദു പോലെയോ കാറ്റുപോലെയോ ഒരു വലിവ് പോലെയോ. നിങ്ങളുടെ പൊക്കിൾ മുകളിലേക്ക് ഉയരുന്നതുപോലെ തോന്നുന്നു. ഇങ്ങനെ ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകുക. സാവധാനം ശ്വാസമെടുക്കുക, സാവധാനം പുറത്തുവിടുക. നിങ്ങൾ ചെയ്യുന്നത് തികച്ചും ശരിയാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും അപ്രത്യക്ഷമാകുന്നതുപോലെ തോന്നുന്നു. നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് ഒരു കാറ്റ് മാത്രം പോകുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തുവിടുക. ഇനി 5 തവണ ദീർഘമായി ശ്വാസമെടുത്ത് വേഗത്തിൽ പുറത്തുവിടുക. ശ്വസിക്കുക, പുറത്തുവിടുക. ശ്വസിക്കുക, പുറത്തുവിടുക. ശ്വസിക്കുക, പുറത്തുവിടുക. വീണ്ടും ശ്വസിക്കുക, പുറത്തുവിടുക. ശ്വസിക്കുക, പുറത്തുവിടുക. ഇനി സാവധാനം ശ്വാസമെടുക്കുക, സാവധാനം ശ്വാസം പുറത്തുവിടുക. പൂർണ്ണമായും ശാന്തമാകുക, പൂർണ്ണമായും റിലാക്സ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രനാണ്. യാതൊരു ഉത്കണ്ഠയുമില്ല, യാതൊരു ടെൻഷനുമില്ല. നിങ്ങളുടെ ശ്വാസത്തിന്റെ ചലനങ്ങൾ മാത്രം നിരീക്ഷിക്കുക. അവയെ നോക്കുക. ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കാൻ നിർബന്ധിക്കരുത്. വെറുതെ ശാന്തമാകുക, പൂർണ്ണമായും ശാന്തമാകുക. ശരീരം മുഴുവൻ അയച്ചുവിട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ശരീരം അയയുന്നു, അത് ശാന്തമാകുന്നു. നിങ്ങളുടെ ശരീരം ഭാരം കുറഞ്ഞതാണ്. നിങ്ങൾക്ക് തികച്ചും ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നു. ഒരു ഭാരവുമില്ല, ശരീരത്തിൽ യാതൊരു ഭാരവുമില്ല. ശരീരത്തിലെ ലാഘവം അനുഭവിക്കുക. ശരീരത്തിലെ തണുത്ത കാറ്റ് അനുഭവിക്കുക. നിങ്ങളുടെ ശരീരത്തെ ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുക. നിങ്ങളുടെ ചിന്തകൾ ശാന്തമാണ്, നിങ്ങളുടെ മനസ്സ് ശാന്തമാണ്. നിങ്ങൾക്ക് ചുറ്റും സമാധാനമുണ്ട്. ആരുമില്ല, നിങ്ങൾ തനിച്ചാണ്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വളരെ ദൂരേക്ക് പോവുകയാണ്. വളരെ ദൂരേക്ക് നിങ്ങൾ പൂർണ്ണമായും തനിച്ചായിരിക്കുന്നു. ഇനി നിങ്ങളുടെ ശ്രദ്ധ തലയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ തല അനുഭവിക്കുക. സാവധാനം ശ്രദ്ധ നിങ്ങളുടെ മുഖത്തേക്ക് കൊണ്ടുവരിക. മുഖം അനുഭവിക്കുക. നിങ്ങളുടെ മുഖം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. കഴുത്തിന് മുകളിലുള്ള ഭാഗം മാത്രം ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഇനി നിങ്ങളുടെ തലയും മുഖവും മാത്രം അനുഭവിക്കുക. ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും മാറ്റുക. അത് അയച്ചുവിടുക. നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ ഊർജവും നിങ്ങളുടെ തലയിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ തലയ്ക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾ ധ്യാനത്തിലാണെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങൾ വെറുമൊരു വായുവിന്റെ പന്ത് മാത്രമാണെന്ന്, വെറുമൊരു വായുവിന്റെ പന്ത്. നിങ്ങളുടെ തല ശാന്തമാകുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു. നിങ്ങളുടെ ചിന്തകൾ ശാന്തമാകുന്നു. നിങ്ങൾ പൂർണ്ണമായും ശാന്തമാകുന്നു.
നിങ്ങൾ പൂർണ്ണമായും റിലാക്സ് ആകുന്നു. ചിന്തകളില്ല, തികച്ചും ശാന്തം, പൂർണ്ണമായും ശാന്തം. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം എടുത്തുകൊണ്ടും പുറത്തു വിട്ടുകൊണ്ടും ഇരിക്കുക. അത് വെറുതെ അനുഭവിക്കുക. ഇനി ശ്രദ്ധ നിങ്ങളുടെ മൂന്നാം കണ്ണിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ശ്വസിക്കുമ്പോൾ മൂന്നാം കണ്ണിൽ ഒരു വലിവ് അനുഭവപ്പെടുന്നുണ്ടെന്ന് കരുതുക. നിങ്ങൾ ശ്വസിക്കുന്നു, മൂന്നാം കണ്ണിൽ ഒരു വലിവുണ്ടാകുന്നു. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു, നെറ്റിയിലൊരു വലിവുണ്ടാകുന്നു. അത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുക, ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഈ വലിവ് നിങ്ങളുടെ ധ്യാനത്തെ കൂടുതൽ ആഴത്തിലുള്ളതാക്കുന്നു. ഈ വലിവിലേക്ക് മുങ്ങിപ്പോകാൻ ശ്രമിക്കുക. ധ്യാനത്തിൽ നിങ്ങൾ കാണുന്ന ആ ഇരുട്ടിലേക്ക് ദൂരെ നിന്ന് നോക്കുക. വളരെ ദൂരെ നിന്ന് നോക്കുക. ഈ ഇരുട്ട് വളരെ ആഴത്തിലുള്ളതാണ്. അതിന് അതിരുകളില്ല. നിങ്ങൾ ആ ഇരുട്ടിന്റെ നടുവിലാണ്. ചുറ്റും ഇരുട്ടാണ്. ഈ ഇരുട്ടിൽ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. മുന്നോട്ട് നീങ്ങുക. ഇങ്ങനെ ഇരുട്ടിൽ മുങ്ങിക്കൊണ്ടേയിരിക്കുക. ഈ ധ്യാനം തുടരുന്നു. നിങ്ങളുടെ ശ്രദ്ധ പതിയുന്നു. ധ്യാനം കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ആഴത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ ശരീരത്തിൽ ഊർജം നിർമ്മിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ ഒരു ആകർഷണമുണ്ടാകുന്നു. ഈ ആകർഷണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ സഹായത്തോടെ നിങ്ങളുടെ ധ്യാനം കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നു. ശ്വാസം ഉള്ളിലേക്കെടുത്ത് അവിടെ തന്നെ നിൽക്കുക. ശ്വാസം പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുക. പൂർണ്ണമായും ശാന്തമായിരിക്കുക. ചിന്തകളില്ല, യാതൊരുവിധ പിരിമുറുക്കവുമില്ല. നിങ്ങളുടെ ശരീരം ലഘുവായി വിടുക. എന്ത് സംഭവിച്ചാലും അത് നടക്കട്ടെ. നിങ്ങളുടെ മൂന്നാം കണ്ണിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധ്യാനത്തിൽ ഇങ്ങനെ തന്നെ തുടരുക. സമാപനം. ഇനി സാവധാനം നിങ്ങളുടെ കൈകൾ അനുഭവിക്കുക. നിങ്ങളുടെ ശരീരം അനയ്ക്കുക. ഇനി 2 കൈകളും നിങ്ങളുടെ കണ്ണുകൾക്ക് മുകളിൽ വെക്കുക. എന്നിട്ട് സാവധാനം കണ്ണുകൾ തുറക്കുക. നിങ്ങൾ ഈ രീതിയിൽ ധ്യാനിക്കുകയാണെങ്കിൽ ഈ ശ്വാസം നിങ്ങളുടെ ശരീരത്തിൽ ഊർജം സൃഷ്ടിക്കാൻ തുടങ്ങും. പൊക്കിളിൽ ഊർജം സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ധ്യാനത്തിന്റെ സഹായത്തോടെ താനേ മുകളിലേക്ക് ഉയരും. അതായത് നിങ്ങൾ മൂന്നാം കണ്ണിലേക്ക് നീങ്ങാൻ തുടങ്ങും. അവിടെ നിന്ന് നിങ്ങൾക്ക് ദിവ്യമായ അനുഭവങ്ങൾ ലഭിക്കും. അറിവിന്റെയും ധ്യാനത്തിന്റെയും ആഴത്തിലുള്ള അനുഭവങ്ങൾ. അതുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിൽ നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ലഭിക്കുകയും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയും ചെയ്തുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്ത് അറിയിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വളരെ വേഗം കാണാം. നന്ദി.